സൂറത്തുൽ ഫലഖ്. 114-ാമത്തെ സൂറത്ത് സൂറത്തുൻ നാസ്. രണ്ടിനും കൂടെ മുഅവ്വിദത്തൈനി എന്ന് പറയും. എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രത്യേകം ഓതൽ സുന്നത്ത് ധാരാളം സമയങ്ങളിൽ ഇവിടെ പറയുന്നില്ല, അത്രയും സന്ദർഭങ്ങളിലൊക്കെ ഓതേണ്ട സൂറത്താണ് സൂറത്തു അൽ മുഅവ്വിദത്തൈൻ. ഈ രണ്ട് സൂറത്തുകൾ ഒരുപാട് സംരക്ഷണമാണ്, സുരക്ഷയാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, അല്ലേ? ഫലഖും നാസും ഓതിടണേ, അതിൻ ഫളു പറഞ്ഞാൽ തീരില്ല. ഫിത്ന ഫസാദിന് ഹസദിന് ഇതിനേക്കാളൊരു നല്ല മരുന്നില്ല. വസ്വാസുള്ളവരാരോ അവരും ഓതണമിത് അതിനും നല്ല. വലിയൊരു പരിഹാരം പറയുന്നിവ ഓതാൻ തീരെ മറക്കല്ല. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഓതണം. പക്ഷേ എന്തു വേണം? പാരായണം നിയമപ്രകാരമിലാവണം. പരൻ തന്ന വചനമിതെന്ന ഓർമ്മയിലാവണം. അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ഓർമ്മയിൽ തജ്വീദ് പാലിച്ചുകൊണ്ട് പുണ്യങ്ങളിവ നേടുന്നതിൻ്റെ നിബന്ധന. പാരായണം പിഴവൊഴികയാവണമെന്നതാ. തജ്വീദു നിയമങ്ങൾക്കനുസൃതമാവണം. തകരാറുകൾ തെല്ലും വരാതെയുമാവണം. സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് സൂറത്തിൻ്റെ ഫളാഇൽ പറയാൻ നിന്നാൽ കുറേ സമയം വേണം. എല്ലാവർക്കും അറിയാം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ മഹത്വം അറിയാത്തവരാരാ ഇവിടെ ഉള്ളത്? ഇനിയും നമ്മൾ കുറേ കാണണം, പഠിക്കണം. മാഷാ അല്ലാഹ്. ഖുർആനിൻ്റെ 1/3 മൻ ഖറഅ സൂറത ഖുൽ ഹുവല്ലാഹു അഹദ് ഫഖദ് ഖറഅ സുലുസൽ ഖുർആൻ. ഖുർആൻ്റെ 1/3 ഓതിന 10 ജുസ് ഓതി, അല്ലേ? ഖുർആൻ ഒരു ഖത്മ് ഓതി തീർക്കും, പ്രതിഫലമുണ്ടത് കേട്ടോളൂ. കുറ്റം കുറവുകളില്ലാതൊരു 3 ഇഖ്ലാസ് ഓതി തീർത്തോളൂ. ഒരു കുറ്റം ഒരു കുറവില്ലാത്ത തെറ്റില്ലാത്ത ഇഖ്ലാസാണോ? എന്നാൽ 10 ജുസ് ആണ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിൻ്റെ പ്രതിഫലം. നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചോതുന്ന സൂറത്തും ചിലപ്പോൾ ഫാത്തിഹ കഴിഞ്ഞാൽ ഇഖ്ലാസ് ആയിരിക്കാം. ഒരു സദസ്സിൽ നമ്മൾ വരുമ്പോൾ 3 ഇഖ്ലാസ് ഓതും, അല്ലേ? ഒരു ഖത്മ് ഓതിയ ജസ കിട്ടാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കണം, എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ തെറ്റാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സൂറത്ത് സൂറത്തുൽ മസ്ദ്, തബ്ബത് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ഖറഅ സൂറത്ത തബ്ബത് യദാ അബീ ലഹബി വതബ്. ഈ സൂറത്ത് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ റജൗതു അല്ലാ യജ്മഅ അല്ലാഹു ബൈനഹു വബൈന അബീ ലഹബ് ഫീ ദാരിൻ വാഹിദ. മുത്തുനബി പറയാ, ഞാൻ വിചാരിക്കുന്നില്ല അബൂലഹബും ആ ഓതിയ ആൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂല. ഒരു വീട്ടിൽ ഒരിടത്ത് ഒരിക്കലും അബൂലഹബ് നമുക്കറിയാലോ, തബ് വിശുദ്ധ ഖുർആൻ പേരെടുത്ത് ഇങ്ങനെ വിമർശിച്ച വേറൊരാൾ ഉണ്ടാവില്ല ഈ ശൈലിയിൽ. അതിൻ്റെ കാരണമൊക്കെ നമുക്കറിയാം. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു വരുത്തി തൗഹീദിന്റെ ആദ്യത്തെ ആ വാചകം പറഞ്ഞപ്പോൾ തബ്ബല്ലക യാ മുഹമ്മദ് എന്ന് പറഞ്ഞ റബ്ബ് അവിടെ പ്രതികരിച്ചു, തബ്ബത് യദാ അബീ ലഹബി വതബ്. ഒരിക്കലും അബൂലഹബിനെ കാണൂല. അഥവാ അവൻ്റെ കൂട്ടുകെട്ട് എപ്പോഴും സജ്ജനങ്ങളോടും സാലിഹ്യങ്ങളോടും കൂടെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ സൂറത്താണ് സൂറത്തു അൽ മസ്ദ്. സൂറത്തുൻ നസ്ർ. സൂറത്തുൻ നസ്ർ ചെറിയ സൂറത്താണ്, 3 ആയത്തുകൾ മാത്രമാണ് സൂറത്തുൻ നസ്റിലുള്ളത്. നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ഓതുന്ന സൂറത്താണ്. ധാരാളം മഹത്വങ്ങളുണ്ട്. മൻ ഖറഅ സൂറത്തുൻ നസ്ർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൻ നസ്ർ ഒരാൾ ഓതിയാൽ ഉഅതിയ മിനൽ അജ്രി കമൻ ശഹിദ മഅ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഫത്ഹി മക്ക. മക്ക ഫത്ഹ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അന്ന് അവിടെ ഷാഹിദായ അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് കിട്ടുന്നത് പോലത്തെ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞ സൂറത്താണ് സൂറത്തുൻ നസ്ർ. പക്ഷേ പാരായണം നിയമപ്രകാരമിലാവണം. പരൻ തന്ന വചനമിതെന്ന ഓർമ്മയിലാവണം, അല്ലേ? അങ്ങനെയാകുമ്പോഴേ ആവുള്ളൂ.